പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി പ്രഖ്യാപനം എന്തെന്ന് ഇന്നറിയാം. CPM നേതാവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ അടക്കം 24 പേരാണ് കേസിലെ പ്രതികൾ. ഡിസംബർ ആദ്യവാരം വിധിയുണ്ടാകും. CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും ഉൾപ്പെട്ട അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ തീയതി ഡിസംബർ 9-ന് തീരുമാനിക്കും. കൊച്ചി CBI കോടതിയുടെ പരിഗണനയിലാണ് കേസുകൾ. CPM-നെ സംബന്ധിച്ച് നിയമവഴിയിൽ നിർണായകമായ ദിവസങ്ങളാണ് ഇനിയുള്ളത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ട പ്രമാദമായ ഇരട്ടക്കൊലക്കേസിൽ വിധി പ്രഖ്യാപനവും മറ്റൊരു കൊലക്കേസിൽ വിചാരണ തീയതി നിശ്ചയിക്കുന്നതും ഡിസംബറിലാണ്. വിചാരണ പൂർത്തിയായ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഡിസംബർ ആദ്യവാരം വിധി പറയും. ഇന്ന് കേസ് പരിഗണിക്കുന്ന കൊച്ചി CBI കോടതി വിധി പ്രഖ്യാപിക്കുന്ന തീയതി അറിയിക്കും. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും CPM ക്രിമിനൽ സംഘം 2019 ഫെബ്രുവരി 17-ന് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് 14 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസ് ഏറ്റെടുത്ത CBI 10 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതിൽ CPM നേതാവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമനടക്കം 8 പേർ ജാമ്യത്തിലും 16 പേർ ജയിലിലുമാണ്. ഈ കേസിലെ വിധി CPM-നും നിർണായകമാണ്. ഇതിനൊപ്പം MSF പ്രാദേശിക നേതാവ് അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ആരംഭിക്കുന്ന തീയതി കൊച്ചി CBI കോടതി തീരുമാനിക്കുന്നത് ഡിസംബർ 9-നാണ്. കേസ് നടപടികൾ നീണ്ടുപോയെങ്കിലും വിചാരണ ഉടൻ പൂർത്തിയാക്കും. CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും അടക്കം 31 പേർ പ്രതികളായ കേസിലെ വിചാരണയും അന്തിമവിധിയും ജയരാജനും രാജേഷിനും മാത്രമല്ല CPM-ഉം ഉറ്റുനോക്കുകയാണ്. വിചാരണ കൂടാതെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള ഇരുവരുടെയും വിടുതൽ ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. കൊലപാതകം നടന്ന് 12 വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത്. 2 കേസിലും വിശദവും ശാസ്ത്രീയവുമായ അന്വേഷണമാണ് CBI പൂർത്തിയാക്കിയിരിക്കുന്നത്. ജനം, കൊച്ചി.